ഫുഡീസ് പാരഡൈസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീമാണ്. നല്ല ചൂടുള്ള ക്യാരറ്റ് ഹൽവയും നല്ല തണുത്ത ഐസ്ക്രീമും. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതിൻ്റെ റെസിപ്പി. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ നെയ്ബറും എൻ്റെ ഫ്രണ്ടും കൂടിയായ അജീഷയാണ്. അപ്പോൾ അവൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണെന്ന്. ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നല്ല ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ കാഷ്യൂനട്ട്, പിന്നെ ബദാം, പിന്നെ വേണ്ടത് മൈദയാണ്, ഇത് പഞ്ചസാരയാണ്, പിന്നെ ഉപ്പ്. ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് അടുത്തതായി വേണ്ടത് നെയ്യാണ്. നെയ്യിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അടുത്തത് നെസ്ലയുടെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിപ്പോൾ ഏത് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് നെസ്ലയുടെ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്വാളിറ്റിയുടെ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ആദ്യം തന്നെ ഗ്യാസിൽ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഏതിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുക. നോൺ സ്റ്റിക്ക് പാൻ ചെറുതായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഞാൻ അമൂലിൻ്റെ ഗീയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2.5 ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത് പിസ്തയാണെങ്കിലും ബദാം ആണെങ്കിലും കാഷ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കാഷ്യൂനട്ടും ബദാമും. അത് ചെറുതായി ഞാൻ ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുക. നെയ്യിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നെയ്യ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും സിമ്മിലിടണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. സിമ്മിലിട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാരറ്റ്, ഞാൻ 3 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ആ 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി കൂട്ടി യോജിപ്പിക്കുക. നെയ്യും അതുപോലെ നമ്മുടെ കാഷ്യൂനട്ടും ബദാമും എല്ലാം കൂടി നന്നായി ഇതിലോട്ട് കൂട്ടി യോജിപ്പിച്ച് നന്നായി ഇളക്കുക. പിന്നെ ഷുഗർ, ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 2 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, അതൊരു മധുരത്തിന് വേണ്ടിയാണ്, നമ്മളെടുക്കുന്ന ക്യാരറ്റിനനുസരിച്ച്. ഇപ്പം നിങ്ങൾക്ക് ഷുഗർ ആവശ്യം കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ എടുക്കാം. ഇപ്പം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നതുകൊണ്ട് അധികം ഷുഗർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായി കൂട്ടി യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അതൊന്ന് ക്യാരറ്റിൻ്റെ പച്ചമണം വാഴുന്ന വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്, മിൽക്കാണ്. 1 കപ്പ് ഓഫ് മിൽക്ക്, 1 കപ്പ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിലവർ ഇത് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാറുണ്ട്, മിൽക്ക് ഇഷ്ടമില്ലാത്തവർ. പക്ഷെ നമുക്കിപ്പോൾ മിൽക്കിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാണ്. ഹൽവയൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മിൽക്കിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. അപ്പോൾ അതൊഴിച്ച് കൊടുത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ച് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് അതുപോലെ ഇത് നന്നായി ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു നുള്ള് സോൾട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മധുരം. ഇച്ചിരി കോളം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായി ഒന്ന് വറ്റണം. നമുക്ക് തീ എപ്പോഴും ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പിന്നെ ഇതിൽ നമുക്കത് പറ്റിപ്പിടിക്കില്ല. എപ്പോഴും അതിൽ നിന്ന് വിട്ട് വരണം. ഹൽവയുടെ പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാണ് ഹൽവ തയ്യാറായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ നന്നായി മിൽക്കൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനിയും കുറച്ചും കൂടിയും
വറ്റണം മീൻസ് ഇതൊന്നും കൂടിയും ഇപ്പോൾ ഇത് നമ്മളുടെ നോൺ സ്റ്റിക്ക് പാനിൽ പിടിക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വറ്റി വരുമ്പോൾ ഇത് അതിൽ പിടിക്കില്ല. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് മൈദ, ഞാനിത് 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇത്തിരി ഒന്ന് ഹാർഡാവാൻ വേണ്ടിയിട്ടാണ്. ക്യാരറ്റ് വെന്ത് നല്ല കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഇച്ചിരി ഒരു മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് ആ മൈദ ഒന്ന് വേവണം വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് നന്നായി സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ കണ്ടോ, ഇത് ഇപ്പോൾ ഒന്നും കൂടിയും നല്ല പോലെ നമുക്ക് കുറച്ച് നേരം കൂടിയും ഇത് നമ്മൾ യോജിപ്പിച്ച് കൊടുത്തപ്പോൾ നന്നായി അത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇത് യോജിപ്പിച്ച് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ആ മൈദ ഒന്ന് വേകാനുള്ള ജസ്റ്റ് ഒരു 1 മിനിറ്റ് സമയം ആവശ്യമുള്ളൂ. എപ്പോഴും തീ സിമ്മിലിടുക ഈ ടൈമിലൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട്ടോടെ തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ചൂടുള്ള ക്യാരറ്റ് ഹൽവയും നല്ല തണുത്ത ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ദിവസം ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് കുട്ടികൾക്കായാലും വളരെ ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയും കൂടിയാണ്. ക്യാരറ്റൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തിയും കൂടിയാണ് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾക്കാവുമ്പോഴും ഈ തണുത്ത ഐസ്ക്രീമോ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല. അപ്പോൾ ഐസ്ക്രീമും കൂടി ആകുമ്പോൾ ഇതിൽ കൂടെ ഒരു ചൂടുള്ളൊരു ക്യാരറ്റ് ഹൽവയും കൂടി ആകുമ്പോൾ അത് അവരുടെ തൊണ്ടയ്ക്കും നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഹൽവയുടെ. ഇതെല്ലാം നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് നല്ലൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും. അതൊരു സ്കൂപ്പ് ഐസ്ക്രീമും ഒരു സ്കൂപ്പ് നമുക്ക് ഹൽവയും കൂടി എടുത്തിട്ട് ഒന്നിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.